മസിൽ പിടിച്ച ഇതിലാണല്ലേ അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും ഹാർഡസ്റ്റായ ട്രക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ട്രക്കാണ് അഗസ്ത്യാർകൂടം ട്രക്ക്. നമ്മുടെ ടെൻഷനെല്ലാം ഒഴിവാക്കി 2 ദിവസം കാട്ടിനുള്ളിൽ മൊബൈൽ റേഞ്ച് ഒന്നുമില്ലാതെ മനസ്സിനെ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കാണിത്. ജൈവ വൈവിധ്യത്തിനും ചരിത്രപരമായ വ്യാപാരപാതകൾക്കും മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട പശ്ചിമഘട്ടത്തിലെ യുനെസ്കോ അംഗീകരിച്ച ഒരു കൊടുമുടിയാണിത്. ഇത് ട്രക്കിങ്ങുകാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയ്ക്കും കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല ബയോ റിസർവയറിലെ കൊടുമുടികളിലൊന്നാണ് അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം. ഇതിന് 1868 മീറ്റർ അഥവാ 6129 അടി ഉയരമുണ്ട്. അഗസ്ത്യമലയിൽ നിന്നാണ് വറ്റാത്ത താമരഭരണി നദി ഉത്ഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് കരമനയാറും നെയ്യാർ നദിയും. എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ പോർട്ടലിലാണ് ഇത് ബുക്ക് ചെയ്യാനാവുക. ഒരു ദിവസം 100 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ വർഷം 3000 രൂപയാണ് ഇതിൻ്റെ ഫീ ആയിട്ടുള്ളത്. ഗവൺമെൻറ് അല്ലാതെ പ്രൈവറ്റ് ആയിട്ടും ഒരുപാട് പേര് ഈ ട്രെക്കിംഗ് നടത്താറുണ്ട്. പക്ഷേ അവരും ബുക്കിംഗ് ചെയ്യുന്നത് ഇതേ പോർട്ടലിൽ വെച്ചാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ണനും വൈഫും റിസീവ് ചെയ്യാൻ വെയിറ്റിംഗ് ആയിരുന്നു. അന്ന് അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ അവൻ എന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറക്കി. എന്നെ വെയിറ്റ് ചെയ്ത് കൂടെയുള്ള 2 പേര് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. രാവിലെ തന്നെ നല്ല കട്ടനും പിന്നെ പൊറാട്ട ഇറച്ചിയും തട്ടി നേരെ ബസ്സും തപ്പി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ബോണക്കാട് എന്നും ബോർഡ് വെച്ച് KSRTC വേണാട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ദിവസവും രാവിലെ 5 മണിക്ക് തമ്പാനൂരിൽ നിന്ന് ബോണക്കാട്ടിലേക്ക് ബസ്സുണ്ട്. നെടുമങ്ങാട് വിതുര വഴി അതങ്ങനെ പോകും. ട്രെക്കിങ് പോകുന്ന ഒരുപാട് പേര് ആ ബസ്സിലുണ്ട്. അതുകൂടാതെ കുറേ സ്ഥിരം യാത്രക്കാർ. കണ്ടക്ടർക്കും ഡ്രൈവർക്കും മിക്കവാറും യാത്രക്കാരെ എല്ലാവരെയും അറിയാം. പോണ വഴി വിതുരയിലൊരു ചായ സ്റ്റോപ്പുണ്ട്. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നും കഴിക്കാം. അവിടെ നിന്നും ഇറങ്ങിയാൽ പിന്നെ കുറേ തോട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മൾ പോകും. ഐസർ ഇവിടെയാണ്. ആ പരന്ന് കിടക്കുന്ന ക്യാമ്പസ് നമുക്ക് ബസ്സിൽ നിന്നും നോക്കിക്കാണാം. വഴുവന്തൂൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയുടെ ജംഗ്ഷനിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കാണാം. നമ്മൾ ബസ്സിലായതുകൊണ്ട് ഇവിടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ സ്വന്തം വണ്ടിയിൽ വരുന്നവർ ഇവിടെ പെർമിറ്റും ഐഡിയും എല്ലാം കാണിക്കേണ്ടി വരും. ഈ ചെക്ക് പോസ്റ്റിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു ചുരമാണ്. നല്ല ഫ്രഷ് ആനപ്പിണ്ടൊക്കെ അവിടെ എവിടെ ഉണ്ടായിരുന്നു. ചുരം കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ബോണക്കാടേക്കാണ്. പഴയ പ്രതാപങ്ങൾ വിളിച്ചോടുന്ന കെട്ടിടങ്ങളും വീടും ക്വാർട്ടേഴ്സും ഫാക്ടറിയും എല്ലാം ഇവിടെ കാണാം. ബസ് നിർത്തിയ സ്ഥലത്ത് നിന്നും ട്രെക്കിംഗ് ബേസ് ക്യാമ്പിലേക്ക് 2 കിലോമീറ്ററോളം നടക്കണം. പഴയ ടീ ഫാക്ടറിയുടെ അവശേഷിപ്പുകളൊക്കെ ഇവിടെയുണ്ട്. 1850കളിൽ ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടാക്കിയ ഒരു എസ്റ്റേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അവർ പോയ ശേഷം ഇന്ത്യയിലൊരു പ്രൈവറ്റ് കമ്പനി ഇത് ഏറ്റെടുത്ത് നടത്തി. 10-20 വർഷം മുന്നേ ഈ കമ്പനി നഷ്ടത്തിലായി പൂട്ടിയിട്ടുണ്ട്. അതിൽ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സ്, വീടുകൾ ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബോണക്കാടിനെ പറ്റിയൊരു കഥയുമുണ്ട്. ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജർക്ക് താമസിക്കാനുണ്ടാക്കിയ ഒരു ബംഗ്ലാവ് ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് വംശജനായ അദ്ദേഹം ഇവിടെ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 13 വയസ്സുകാരിയായിട്ടുള്ള മകള് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയി. മനമെടുത്ത് അദ്ദേഹം നേരെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. പക്ഷേ ഒഴിഞ്ഞു കിടന്ന ബംഗ്ലാവിൽ ആ പെൺകുട്ടിയെ കണ്ടതായും സംസാരം കേട്ടതായിട്ടൊക്കെ കഥകളുണ്ട്. വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ, കുറേ കാലം കഴിഞ്ഞ് വിറക് ഒരുക്കാൻ വേണ്ടി ബംഗ്ലാവിനടുത്തുള്ള കാട്ടിൽ പോയ തദ്ദേശവാസിയായിട്ടുള്ളൊരു പെൺകുട്ടി സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ വന്നു. എഴുത്തും വായനയൊന്നും അറിയാത്തൊരു കുട്ടി ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സ്പൂക്കിയായ കഥകളും ബോണക്കാടിനെ പറ്റി പറയുമ്പോഴുണ്ട്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഈ ബംഗ്ലാവ് ഒന്ന് കാണണം എന്ന് തീരുമാനിച്ചു. ഇത് കാടിനകത്തായത് കാരണം ചിലപ്പോൾ ആനയും കരടിയും കാട്ടുപോത്തും മയിലും ഒക്കെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർ ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ ട്രെക്കിൻ്റെ ബേസ് വരെ നമുക്ക് പോകാം. നമ്മളെപ്പോലെ ബസ്സിലാണെങ്കിൽ ബോണക്കാട് ഇറങ്ങി ഇങ്ങനെ 2 കിലോമീറ്റർ നടക്കണം. കൂടെ വരാനുള്ള 2 പേര് ബൈക്കിൽ എത്തി.
ഞങ്ങൾ ബസ്സിനിങ്ങ് പോന്നു. അങ്ങനെ നമ്മൾ അഗസ്ത്യമലയിലേക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി. ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം 16 കിലോമീറ്ററാണ് ഇന്നത്തെ ക്യാമ്പിലേക്കുള്ള ദൂരം. നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം. അതുകൂടാതെ ഗ്രൂപ്പായി വരുമ്പോൾ ട്രെക്ക് ലീഡറുടെ പേരും എല്ലാവരുടെയും എമർജൻസി കോൺടാക്റ്റും ഇവിടെ കൊടുക്കണം. രാവിലെ വരുവാണെങ്കിൽ കട്ടൻ ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണ് ഞങ്ങൾ വാങ്ങി. നടക്കാൻ സഹായിക്കുന്ന ഒരു ഊന്ന് വടി ഇവിടെ കിട്ടും. 20 രൂപയാണ് ഒരു വടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഓൺലൈനായും ഓഫ്ലൈനായും എടുത്ത ടിക്കറ്റൊക്കെ ഇവിടെ കാണിക്കണം. പിന്നെ നമ്മുടെ ബാഗൊക്കെ കൃത്യമായി ഇവിടെ പരിശോധിക്കും. പ്ലാസ്റ്റിക്കോ സോപ്പോ സിഗരറ്റോ മദ്യമോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. ഇനി പ്ലാസ്റ്റിക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിവിടെ ഡിക്ലെയർ ചെയ്ത് ഒരു നിശ്ചിത തുക ഡിപ്പോസിറ്റായി കെട്ടിവെച്ചിട്ട് വേണമെങ്കിൽ പോവാം. തിരിച്ചു വന്ന് അത്രയും തന്നെ പ്ലാസ്റ്റിക് കാണിച്ചാൽ കാശ് തിരിച്ചു കിട്ടും. 200 രൂപയാണ് 5 പ്ലാസ്റ്റിക് ഐറ്റത്തിന് നമ്മൾ കൊടുക്കേണ്ട ഡിപ്പോസിറ്റ് തുക. ഏറ്റവും നല്ല ജൈവ വൈവിധ്യ വനമേഖലയും ഒന്നും ഏറ്റവും നല്ല ഹാർഡസ്റ്റ് ട്രക്കിംഗ് റൂട്ടായ ആസ്യാവളത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതേപോലെ ഇത്രയും ഹാർഡസ്റ്റ് ട്രക്കിംഗ് റൂട്ടായതുകൊണ്ട് അത്രയും റിസ്കി പ്ലേസ് ആണ്. ധാരാളം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലവും എപ്പോഴും ശക്തമായ കാലാവസ്ഥ വ്യതിയാനമായ കാറ്റ്, മഴ, മഞ്ഞ് എന്നിവ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വഴിക്ക് ഒരു പ്ലാസ്റ്റിക് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ വനത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവേത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, പൂജാസാധനങ്ങൾ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ലൈറ്റർ, കത്തി ഇതൊന്നും നിങ്ങൾ വനത്തിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. മദ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് ട്രക്കിങ്ങിന് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. സീസണിൽ മാത്രമേ ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റുള്ളൂ. ഓഫ് സീസണിൽ ട്രക്ക് വരാൻ ഒന്നുകിൽ ഇവരുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ പോയി ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാം. അതിന് മിനിമം 10 പേരെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ട്രെക്കിംഗ് നടത്തുന്ന ചെറിയ ചെറിയ ടീമുകളുണ്ട്, അവരുമായും ബന്ധപ്പെടാം. ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് കുറേ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് മുത്തുപാണ്ഡ്യൻ. ഇവരൊക്കെ പാർവതിക്കും തിരുമണം കല്യാണം നടക്കൽ ദേവമേറൊക്കെ ഒരു സ്ഥലത്ത് കൂടി ഒരേ സ്ഥലത്ത് കൂടയിൽ ഭൂമി കൊണ്ട് ഒരു ഭാഗം കൊണ്ട് താറും. പണ്ട് കാലത്ത് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ്. അഗസ്ത്യമല നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. അതുകൊണ്ട് ഇവരുടെ സംസാരം തമിഴും മലയാളവും കലർന്നിട്ടുള്ളതാണ്. പോകുന്ന വഴി ഇങ്ങനത്തെ ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റും. വേനൽക്കാലത്തും അത്യാവശ്യം വെള്ളം ഒഴുകുന്ന നീർച്ചോലകളാണ് ഇതെല്ലാം. ഇങ്ങനത്തെ നീർച്ചോലകൾ ഉള്ളത് കാരണം നമുക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ഇവിടെ തന്നെ കിട്ടും. വെള്ളത്തിന് നല്ല തണുപ്പും നല്ല ടേസ്റ്റുമാണ്. ഔഷധ ഗുണമുള്ള വെള്ളമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാട്ടിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അതിൻ്റെ വേരിലൂടെയൊക്കെ തട്ടി പല സ്ഥലങ്ങളിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. ആ ചെടികളുടെ ഒക്കെ ഔഷധ ഗുണം ഈ വെള്ളത്തിനുണ്ടാവും എന്ന് പറയപ്പെടുന്നു. പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ വന്ന് തൊഴുത് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് മുകളിലോട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. നമ്മളിപ്പോൾ പോകുന്നത് ജനുവരി ടൈമിലാണ്. എന്നാൽ കൂടി വെയിലിന് ഒരുപാട് ചൂടില്ല. ഇനി മഴയുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ നീർച്ചോയിലൊക്കെ വെള്ളം അധികമാവാനും പിന്നെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റാതെ കയറൊക്കെ പിടിച്ചോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഇറങ്ങിയോ ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ നടന്ന് ആദ്യത്തെ ക്യാമ്പ് ഷെഡിലെത്തി. നമ്പർ അനുസരിച്ച് നമ്മൾ ട്രെക്കിംഗ് തുടങ്ങിയ സ്ഥലമാണ് ആദ്യത്തെ ക്യാമ്പ്. ഇത് 2ാമത്തെ ക്യാമ്പാണ്. ലാത്തിമുട്ട എന്നാണ് ഇതിൻ്റെ പേര്. പോണ വഴിക്ക് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഒക്കെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ക്യാമ്പിന് ചുറ്റും വലിയ ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട്. ആന കയറാതിരിക്കാനാണ് ഇത്. ക്യാമ്പിൻ്റെ നടുക്ക് ഒരു കവറിൽ അത്യാവശ്യം വേണ്ട മരുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 16.5 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടത്തിലേക്ക്. 2-3 കിലോമീറ്റർ ഇടവിട്ട് ഇങ്ങനത്തെ ക്യാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ വഴിക്ക് കുറേ അമ്പലങ്ങളും ചെറിയ കാവ് പോലത്തെ സെറ്റപ്പുകളും കാണാം. പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കിയതായിരിക്കും. ഈ കാട്ടിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. ഐതിഹ്യപ്രകാരം അഗസ്ത്യമുനിയും ശിഷ്യന്മാരെ നട്ടുപിടിപ്പിച്ചതാണോ അതോ ഈ ഭാഗത്തെ കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ കാരണം ഉണ്ടായതോ ആവാം. ഈ ട്രെക്കിംഗ് റൂട്ടിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് ഒരുപാട് ഭൂപ്രകൃതികൾ കണ്ട ഒരു ഫീല് വരും.
ചില സ്ഥലത്തൊക്കെ വെറും ചുവന്ന പൂക്കൾ മാത്രം, ചിലപ്പോൾ നിരപ്പായ വഴികളും ചിലപ്പോൾ കുത്തനെയുള്ള വേരുകൾക്കിടയിലുള്ള കയറ്റവും, ചില സ്ഥലത്തൊക്കെ വലിയ വലിയ കല്ലുകളും. ഞങ്ങൾ നടന്ന് അത്യാവശ്യം വെള്ളമുള്ളൊരു അരുവിയിലെത്തി. ഇത് കടക്കാനായി ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനർത്ഥം വെള്ളം കൂടുന്ന സമയത്ത് ഈ അരുവി മുറിച്ച് കടക്കാൻ അല്പം പ്രയാസമാണെന്നാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മുത്തുപ്പാണ്ടി ഗൈഡ് ഇവിടെ വരെയുള്ളൂ. ഈ അരുവിക്കപ്പുറം വേറെ ടീമാണ്. പണ്ട് ബോണക്കാട് ഫാക്ടറിയിൽ പണിക്ക് വന്നവരും പിന്നെ ഈ കാടിനകത്തുള്ള ചില സെറ്റിൽമെൻറ്റിലുള്ള ട്രൈബൽസുമാണ് ഇവിടെ ഗൈഡുകളായിട്ട് കൂടുതലുള്ളത്. ഈ ഒരു സീസണിൽ മാത്രമേ അവർക്ക് ഈ ജോലിയുള്ളൂ, അതും മാസത്തിൽ 10-15 ദിവസം മാത്രം. ഞങ്ങൾ രാവിലെ 9 മണിയോളം അടുപ്പിച്ചാണ് ട്രെക്ക് തുടങ്ങിയത്. ഇവിടെ എത്തിയപ്പോഴേക്കും മുകളിൽ നിന്നും ട്രെക്ക് കഴിഞ്ഞിറങ്ങുന്നവർ നമ്മളെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ നദി കടന്ന് ഒരു ചെറിയ കയറ്റം കഴിഞ്ഞ് ചെല്ലുന്നത് അടുത്ത ക്യാമ്പ് സൈറ്റായ കരമനയാറിലേക്കാണ്. രണ്ടാമത്തെ ക്യാമ്പ് സൈറ്റ് പോലെ ഇവിടെയും ട്രെഞ്ചൊക്കെ കുഴിച്ച് ഒരു ഷെഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഗസ്ത്യമലയിലേക്കുള്ള ട്രെക്കിംഗ് റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലത്തൊക്കെ നല്ല തിങ്ങിയ മരങ്ങളും ചില ഭാഗത്തൊക്കെ അത്യാവശ്യം വെയിലും ഉണ്ട്. ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് അല്പം നടക്കുമ്പോൾ മരങ്ങളുള്ള ഭാഗങ്ങളും നീറൊരവുകളും അരുവികളൊക്കെ കാണാം. നമുക്ക് അത്യാവശ്യം ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ അത് മതി. അത് കാരണം നമ്മൾ ഒരുപാട് ക്ഷീണിക്കില്ല. ഈ അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ബോർഡറിലാണെങ്കിലും അഗസ്ത്യമലയിലേക്ക് ട്രെക്ക് ചെയ്യാനുള്ള വഴി കേരളത്തിലൂടെയാണ്. അതായത് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന ബോണക്കാട് വഴി. തമിഴ്നാട് വഴിയും കയറാൻ പറ്റുമെങ്കിലും പബ്ലിക്കിന് അത് ഓപ്പണല്ല. പണ്ട് ഓപ്പൺ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തമിഴ്നാട് വഴി വരുമ്പോൾ ചെങ്കുത്തായ കയറ്റങ്ങളും മാത്രമല്ല മൃഗങ്ങളുടെ ആവാസവും കൂടുതലാണ്. അത് കാരണം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ മാത്രം വർഷത്തിൽ 4-5 പ്രാവശ്യം ആ വഴി കയറാറുണ്ട്. ഹിന്ദു പുരാണങ്ങളിലുള്ള സപ്തർഷിമാരിൽ ഒരാളായ അഗസ്ത്യമുനിയുടെ സാന്നിധ്യം ഈ മലമുകളിലുണ്ടെന്നാണ് വിശ്വാസം. ശിവപാർവതിമാരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ദേവഗണങ്ങളെല്ലാവരും കൂടെ ഹിമാലയത്തിലെ കൈലാസത്തിലേക്ക് ചെന്നു. ആ സമയത്ത് ഭൂമിയുടെ ബാലൻസ് പോവാതിരിക്കാൻ ശിവൻ തന്നെ അഗസ്ത്യമുനിയെ ഈ മലയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. വിവാഹശേഷം ശിവപാർവതിമാർ അഗസ്ത്യമുനിയെ കാണാൻ ഇങ്ങോട്ട് നേരിട്ട് വന്നു എന്ന് പറയപ്പെടുന്നു. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് കഥകളും വിശ്വാസങ്ങളും അഗസ്ത്യമലയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല നിബിഡമായിട്ടുള്ളൊരു കാടാണെങ്കിലും ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടെങ്കിലും സീസൺ സമയത്ത് ഇവരെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അതിന് കാരണം ഒരു ദിവസം എൻട്രി ഉള്ളത് 100 പേർക്കാണ്. 100 പേര് അങ്ങോട്ട് പോകുമ്പോൾ അത്ര തന്നെ ആൾക്കാർ തിരിച്ചു ഇറങ്ങും. ഇത്രയും ജനങ്ങൾ ഉള്ളത് കാരണം മൃഗങ്ങൾ ഉൾക്കാട് വിട്ട് പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് കാരണം നമ്മൾ കൂടുതലും ആസ്വദിക്കുന്നത് ഈ ടെറൈനും ഈ പ്രകൃതിയും ആയിരിക്കും. വെള്ളത്തിൽ നല്ല തണുപ്പാണ്. ഒന്ന് മുങ്ങിക്കൊളിച്ചാൽ നല്ല ഫ്രഷ് ആവാം. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വെള്ളത്തിലിടാതിരിക്കാൻ ശ്രമിക്കുക. ഈ വെള്ളം മലയുടെ താഴെ ഒരുപാട് പേര് കുടിക്കാനെടുക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ലഗേജിൽ സോപ്പ് കൊണ്ടുവരാൻ സമ്മതിക്കാത്തത്. അതുമാത്രമല്ല സോപ്പിൻ്റെ കെമിക്കൽസ് കാരണം ഈ കാട്ടിലെ ചെടികൾ നശിക്കാനോ മറ്റോ സാധ്യതയുണ്ട്. അങ്ങനെ വാട്ടർഫോളിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ ഇടതുവശത്തായി അടുത്ത ക്യാമ്പ് കാണാൻ പറ്റും. വാഴപ്പൈന്തിയാർ എന്നാണ് ഈ ഒരു ക്യാമ്പ് സെറ്റിൻ്റെ പേര്. ഇവിടെ നിന്നും അഗസ്ത്യമലയിലേക്ക് 12.5 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കാം. ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ മെഡിക്കൽ എയ്ഡ് കിട്ടാൻ താമസിക്കും. കാരണം നമ്മളെ പൊക്കിയെടുത്തിട്ട് വേണം വാഹനം കിട്ടുന്നൊരു സ്ഥലം വരെ കൊണ്ടുപോകാൻ. അത് കാരണം ഏറ്റവും സൂക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. അതുമാത്രമല്ല വന്യജീവികളൊക്കെ ഉള്ളതുകൊണ്ടും ചിലർക്ക് ഈ മലയും ട്രെക്കും വിശ്വാസങ്ങളുടെ ഭാഗമായതുകൊണ്ടും ഒരുപാട് ബഹളം ഉണ്ടാക്കാതെ നടന്നാൽ നന്നായിരിക്കും. ചില മരങ്ങളും ചെടികളും നമുക്ക് പുതുമയാണ്. ചില പൂക്കളൊക്കെ നമ്മൾ ആദ്യമായിട്ടേക്കും കാണുക. ചില മരങ്ങളുടെ വേരുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വീണ്ടും നടന്ന് നമ്മൾ ചെല്ലുന്നത് അടുത്ത ക്യാമ്പിലേക്കാണ്. അട്ടയാർ എന്നാണ് 5ാമത്തെ ക്യാമ്പായ ഇതിൻ്റെ പേര്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഭംഗി തോന്നിയത് ഈ ക്യാമ്പിലാണ്. ഒരു അരുവി ഒഴുകി ഒരു ചെറിയ വെള്ളച്ചാട്ടം പോകുന്നതിൻ്റെ മുകളിലാണ് ഈ ക്യാമ്പുള്ളത്. ഈ അരുവിയുടെ പരന്നൊഴുകുന്ന വെള്ളത്തിൽ അങ്ങിങ്ങായി കിടക്കുന്ന കല്ലിൽ ചവിട്ടിയാണ് നമ്മളിത് മുറിച്ച് കിടക്കുന്നത്. ഇനി മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളം കൂടാൻ സാധ്യതയില്ല. കാരണം കൂടുതൽ വരുന്ന വെള്ളം നേരെ ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. പക്ഷെ ഒഴുക്ക് കൂടാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും അരുവിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുളിക്കാൻ പറ്റില്ല. മറ്റ് വെള്ളച്ചാട്ടങ്ങളേക്കാൾ കുറച്ചുകൂടി ഡേഞ്ചറാണിത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും 10.5 കിലോമീറ്ററാണ് അഗസ്ത്യമലയിലേക്കുള്ള ദൂരം. നമ്മളിതുവരെ വന്നത് മോഡറേറ്റ് ആയൊരു ട്രെക്കിംഗ് ടെറൈൻ വഴിയാണ്. സത്യത്തിൽ ട്രെക്ക് കഠിനമാകുന്നത് അട്ടയാർ മുതലാണ്.
അട്ടയാർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ചെറിയ കയറ്റം കയറി വേണം അടുത്ത നിരപ്പിലേക്ക് എത്താൻ. ഇത് നേരെ കയറി ചെല്ലുന്നത് ഒരു ആൻറ്റി എലിഫൻറ്റ് പോച്ചിങ് ക്യാമ്പിലേക്കാണ്. അതായത് ആനകളെ കൊന്ന് അതിൻ്റെ കൊമ്പെടുക്കുന്നത് തടയാനുള്ള ക്യാമ്പിലേക്ക്. ഇവിടെ നിന്നും പിന്നെ ചെല്ലുന്നത് മൊട്ടക്കുന്നുകൾ പോലെ തോന്നുന്നൊരു ടെറൈനിലേക്കാണ്. അവിടെ നിന്നും നമ്മുടെ ബേസ് ക്യാമ്പ് വരെയുള്ള ട്രെക്കിങ് അല്പം ഹാർഡാണ് എന്ന് തന്നെ പറയാം. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, ഇവിടെ മരങ്ങൾ കുറവാണ്, അതുകൊണ്ട് നല്ല വെയിലൊക്കെ കൊണ്ടുവേണം നമ്മൾ പോകാൻ. പിന്നെ ചില കയറ്റങ്ങൾ നല്ല ചെങ്കുത്താണ്. അധികം ഗ്രിപ്പില്ലാത്ത ചെരുപ്പോ ഷൂസോ ആണെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി നമ്മൾ അത്യാവശ്യം ക്ഷീണിച്ചായിരിക്കും ഇവിടെ എത്തുക. പിന്നെ അല്പം ഹാർഡായ ടെറൈൻ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സോസ്റ്റ് ആവും. ഇവിടെ മുഴുവൻ പുല്ലായിരിക്കും. അത് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി നിൽക്കുന്നതായതുകൊണ്ട് കാട്ടുതീ ഉണ്ടാവാതിരിക്കാൻ ഇവിടെ കുറച്ച് പാച്ചസ് തീയിട്ട് ചാരമാക്കിയിട്ടുണ്ട്. ഇനി അഥവാ കാട്ടുതീ ഉണ്ടായാലും ഇവിടെ കത്താനൊന്നുമില്ലാത്ത കാരണം തീ ഇവിടെ പടരില്ല. രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് സാധാരണയായി ഈ ട്രെക്കിന് വരിക. ഒന്ന്, മലയുടെ മുകളിൽ അഗസ്ത്യമുനിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും, രണ്ടാമതായി പച്ചപ്പും ഹരിതാഭ്യവും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരും. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ ചെരുപ്പിടാതെയാണ് ഈ വഴി നടക്കുന്നുണ്ടായിരുന്നത്. ചിലർക്ക് വെറും മുണ്ട് മാത്രമായിരുന്നു വേഷം. 2018 നവംബറിന് മുന്നേ അഗസ്ത്യാർകൂടം കയറുന്നതിൽ നിന്ന് തദ്ദേശീയരായ കാണി ഗോത്രക്കാർ സ്ത്രീകളെ വിലക്കിയിട്ടുണ്ടായിരുന്നു. കോടതി വിധിയിലൂടെ ഈ വിലക്ക് നീക്കിയതിന് ശേഷം ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസറായ ധന്യ സനൽ എന്ന സ്ത്രീ 2019 കൊടുമുടിയിലെത്തി. ആദ്യമായി മലകയറ്റം നടത്തിയ വനിതയാണ് അവർ. ഇപ്പോൾ ട്രെക്കിംഗ് ചെയ്യുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യെയാണ്. ഏത് പ്രായക്കാർക്കും ഏത് വിഭാഗക്കാർക്കും ഇവിടെ വരാം. മകരവിളക്ക് മുതൽ ശിവരാത്രി വരെയുള്ള സമയമാണ് സീസൺ എന്ന് പറയുന്നത്. അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയം. മൺസൂൺ കഴിഞ്ഞുള്ള സമയമാണ് കുറച്ചുകൂടി ഭംഗിയുള്ള സമയം എന്ന് തോന്നുന്നു. അപ്പോഴായിരിക്കും കുറച്ചുകൂടി പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുക. ട്രെക്കിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം ഇതുപോലെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ കൊടുമുടിയ താഴ്ന്ന പ്രദേശങ്ങൾ അപൂർവ ഔഷധ സസ്യങ്ങളുടെ സമൃദ്ധിക്ക് പേരുകേട്ടതാണ്. ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഏകദേശം 2000-ൽ പരം ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബേസ് ക്യാമ്പ് വരെ ഇനിയും ഒരു 2 മണിക്കൂറോളം നടക്കണം. എന്തെങ്കിലും സ്നാക്സും പിന്നെ വെള്ളവും ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പണി കിട്ടാം. ഈ മൊട്ടക്കുന്ന് ഭാഗത്ത് മാത്രമേ നമുക്ക് വെള്ളം കിട്ടാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരുപാട് നീർച്ചോലകളുള്ളത് കാരണം നമുക്ക് വെള്ളത്തിന് പ്രയാസമില്ല. അതായത് വെള്ളം അട്ടയാറിൽ നിന്നും റീഫില്ല് ചെയ്യണം. നമ്മുടെ ഡേ 1 ട്രെക്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഭാഗം ഇത് തന്നെയാണ്. ഈ മൊട്ടക്കുന്നിൻ്റെ അവസാനമുള്ള ക്യാമ്പാണ് ഏഴുമടക്കൻ തേരി. ഇത് വഴിയിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ നിങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ചെങ്കുത്തായ കാറ്റുമാണ്. അതായത് നമ്മൾ നേരത്തെ നടന്ന മൊട്ടക്കുന്നിനേക്കാളും ഹാർഡായിട്ടുള്ളൊരു ഭാഗം. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്ന ക്യാമ്പിൽ ഇന്നത്തെ ട്രെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യും. മൊട്ടക്കുന്നിനെ പോലെയല്ല ഇനി അങ്ങോട്ടുള്ള കയറ്റം. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണിത്. പക്ഷേ നല്ല വെയിലത്ത് നിന്നും ഇങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നല്ല AC റൂം കയറിയൊരു ഫീലാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. ഓരോ സെക്ഷൻ കഴിയുന്തോറും ഈ ട്രെക്കിൻ്റെ ഡിഫിക്കൽറ്റി കൂടി വരും. ഇതിൻ്റെ ടെറൈനും അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. വലിയ വേരുകളും വലിയ പാറകളും പിന്നെ കുത്തനെയുള്ള കയറ്റമാണ് ഈ ഭാഗത്തെ ഹാർഡാക്കുന്നത്. ഇത്രയും നേരം നമ്മൾ നടന്നു വന്ന എല്ലാ ഭാഗത്തേക്കാളും ഡിഫിക്കൽട്ടായി തോന്നുന്നത് ഈ ഒരു ഭാഗമാണ്. വെയിലില്ലാതെ നല്ല തണുപ്പുള്ള ചോലയിലാണെങ്കിലും ടെറൈൻ കാരണം നമ്മളിവിടെ സ്ലോ ആവും. ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് നടന്നാൽ മതി. പക്ഷേ റെസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് നേരം നിന്ന് ബോഡി തണുപ്പിക്കരുത്. അത് നമ്മളെ വീണ്ടും ക്ഷീണിപ്പിക്കും. പിന്നെ നമ്മൾ ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് നമ്മൾ അറിയുന്നത് ഇവിടെ വെച്ചാണ്. പരമാവധി കുറച്ച് പാക്ക് ചെയ്യുക. നമ്മളെടുക്കുന്ന പകുതിയോളം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ചെറിയൊരു ബാഗും വെക്കുക. നാളത്തെ സമ്മിറ്റ് ട്രെക്കിന് നമുക്ക് ഈ ബാഗ് വെച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിൽ കൊണ്ടുപോയാൽ മതി. ഈ ഭാഗത്ത് കാട് നല്ല നിബിഡമാണ്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം പച്ചപ്പുണ്ട് ഇവിടെ. പോകുന്ന വഴിക്ക് ഈ മരത്തിൻ്റെ അടിയിലായി കാവ് പോലത്തെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ ക്യാമ്പിൽ ബാഗൊക്കെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ പൂജ ചെയ്യുന്ന ഒന്നും തന്നെ അവിടുന്ന് കയറ്റി വിടില്ല. അപ്പോൾ ഈ കാണുന്നത് ഈ കാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസങ്ങളുടെ ഭാഗമാവും. അഗസ്ത്യമുനി പല സ്ഥലങ്ങളിലും ആരാധനാമൂർത്തിയാണ്. വലിയ അമ്പലങ്ങളുടെ പോലെയല്ലെങ്കിലും ചെറിയ ചെറിയ കാവുകൾ ഇവിടെയുണ്ട്.
അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് ഇന്നത്തെ അവസാനത്തെ ക്യാമ്പായ അതിരുമലയിലേക്കാണ്. ഈ ഒരു തെരുവിൽ നിന്നും വലത്തോട്ടാണ് നമ്മുടെ ക്യാമ്പ്. ഇടതുഭാഗത്തോട്ടുള്ള വഴിയാണ് നമ്മൾ നാളെ അഗസ്ത്യമലയുടെ ടോപ്പിലേക്ക് പോവേണ്ടത്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വലതുഭാഗത്തായി ഒരുപാട് ചെറിയ കാവുകൾ നമുക്ക് കാണാം. അവിടെ നമുക്ക് പ്രവേശനമില്ല. കാട്ടുവള്ളികളും ചെറിയ കയറൊക്കെ കെട്ടി ഈ കാവിന് ചുറ്റും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശിവരാത്രിയുടെ തലേന്നും അന്നും പുറത്തുള്ള ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. ഈ മലയിലുള്ള ഒരുപാട് ഗോത്രങ്ങൾക്കും തമിഴ്നാട്ടിലും കേരളത്തിലേക്ക് കിടക്കുന്ന ചില ലോക്കൽസിനും മാത്രമേ അന്നിവിടെ വരാനും പൂജ നടത്താനൊക്കെ അവകാശമുള്ളൂ. അങ്ങനെ നമ്മൾ അതിരുമല ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് അഗസ്ത്യമല ടോപ്പിലേക്കുള്ള ദൂരം. ഇന്നിവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ 7 മണി മുതൽ നമുക്ക് ടോപ്പിലേക്ക് കയറി തുടങ്ങാം. വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പാസ് നമ്മളിവിടെ കാണിച്ച് രജിസ്റ്റർ ചെയ്യണം. വരുന്നവരുടെയും പോകുന്നവരുടെയും എണ്ണം ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടാവണം. സീസണിൽ വരുമ്പോൾ നമ്മുടെ കൂടെ മുഴുവൻ സമയവും ഗൈഡുകൾ കാണണമെന്നില്ല. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലുമുള്ള ഈ കണക്കുകൾ വെച്ചാണ് അവരിത് കൺട്രോൾ ചെയ്യുന്നത്. താഴെ നിന്ന് പുറപ്പെട്ട എല്ലാവരും മുകളിലെത്തുന്നുണ്ടോ എന്നും അതുപോലെ തിരിച്ചുണ്ടോ എന്നും ഇവർ ചെക്ക് ചെയ്യും. ഇതിൻ്റെ ടോപ്പില്ലേ അത് 12 മണിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തിയിരിക്കണം. ഇവിടെ എത്തിയതിനുള്ളിൽ നമ്മൾ തിരിച്ചു വരാം. ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ട് 2 നീളത്തിലുള്ള ഷെഡുകളാണ് ഉള്ളത്. ഒരു ഷെഡിൻ്റെ പകുതി സ്ത്രീകൾക്കും അതിൻ്റെ ബാക്കി ഭാഗവും മറ്റേ ഷെഡും പുരുഷന്മാർക്കുമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മുന്നിലുള്ള ഷെഡ് ഫോറസ്റ്റുകാർക്കുള്ളതാണ്. ഈ ക്യാമ്പിൻ്റെ പിന്നിലായി ഒരു ഓപ്പൺ കുന്നുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നാളെ കയറാനുള്ള അഗസ്ത്യമല വ്യക്തമായി കാണാൻ പറ്റും. ഇവിടെ പിന്നിലായി ഒരു അരുവിയും കാണാം. അത്യാവശ്യം ആഴമുള്ളത് കാരണം അവിടെ നിന്നും കുളിക്കാൻ പറ്റും. നല്ല തണുപ്പുള്ള വെള്ളമായത് കാരണം ഒരുപാട് സമയം ഇരിക്കാതെ പെട്ടെന്ന് കുളിച്ചിറങ്ങുന്നത് നന്നായിരിക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് കുളിച്ച് ഉറങ്ങി എണീച്ചാൽ നാളേക്ക് നല്ല ഫ്രഷ് ആവുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്ന അഗസ്ത്യമലയിൽ തന്നെ അഗസ്ത്യമുനിയുടെ ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതൊന്ന് ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി കയ്യിൽ കിണ്ടിയുമായി നിൽക്കുന്ന അഗസ്ത്യമുനിയുടെ ഒരു രൂപം കാണാൻ പറ്റും. ഈ അഗസ്ത്യമലയിൽ ഇങ്ങനത്തെ ഒരു രൂപം വന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഈ ക്യാമ്പിന് ചുറ്റും ട്രെഞ്ചൊക്കെ കുഴിച്ച് ആനയും കരടിയും ഒന്നും വരാത്ത രീതിയിൽ സേഫായി വെച്ചതാണ്. ഇതിന് പിന്നിൽ നിന്നാൽ ചിലപ്പോൾ മൊബൈലിന് റേഞ്ച് കിട്ടും. പക്ഷേ വൈകിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം കരടികൾ ഇവിടെ ഒരുപാടുണ്ട് എന്നാണ് ഗൈഡുകൾ പറഞ്ഞത്. ഇവിടെയുള്ള ക്യാൻറ്റീനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡ് കിട്ടും. കേരളത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കഞ്ഞി ഇവിടെയാണ്. 175 രൂപയാണ് ഈ കഞ്ഞിയുടെ വില. അതിനവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും ദൂരം തലച്ചുമടായിട്ട് വേണം സാധനങ്ങൾ അവരെത്തിക്കാൻ. നമ്മൾ വന്ന വഴിയല്ലാതെ ഇങ്ങോട്ട് ഒരു സെറ്റിൽമെൻറ്റ് വഴി നമുക്ക് വരാൻ പറ്റും. എന്നാലും 6 കിലോമീറ്ററെങ്കിലും അവർ നടക്കണം. ആ വഴി പബ്ലിക്കിന് വരാൻ പറ്റാത്ത ഒരു കാട്ടുവഴിയാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഷെഡിലെത്തി. നമ്മളിങ്ങനെ ഒരുമിച്ചാണ് ഇവിടെ കിടക്കുക. ഒരു പുതപ്പ് കയ്യിൽ വയ്ക്കാൻ ഓർമ്മിക്കണം. പിന്നെ ഓഡോമോസ് കരുതിയിരുന്നെങ്കിലും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രാത്രി 7 മുതൽ 9 വരെ നമുക്കിവിടെ പ്ലഗിൽ കറണ്ട് കിട്ടും. സോളാറാണ്. പക്ഷേ പവർ ബാങ്ക് കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. എല്ലാവർക്കും വേണ്ടി ഈ പ്ലഗ് മതിയാവില്ല. കൂർക്കം വലിയ പ്രശ്നമാണെങ്കിൽ ഇയർ പ്ലഗും കൂടെ നിങ്ങൾ എടുത്തോളൂ. അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് തിരക്കില്ലാതെ കയറാം. 3 ദിവസത്തെ ട്രെക്കിന് വന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2ാമത്തെ ദിവസം തന്നെ മല കയറി തിരിച്ച് താഴെ വരെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതല്ലെങ്കിൽ ഇന്നും ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ നമുക്ക് താഴേക്ക് ഇറങ്ങിയാൽ മതി. ബാത്റൂം ഈ ഷെഡിൻ്റെ സൈഡിലായിട്ടുണ്ട്. പിന്നെ പല്ലൊക്കെ തേക്കാനും കൈ കഴുകാനുമുള്ള വെള്ളം ഇവിടെ മുഴുവൻ സമയവും വരും. ഇനി കുടിക്കാനും ഇതേ വെള്ളം തന്നെ എടുക്കാം. മലയിൽ നിന്നും വരുന്ന വെള്ളമാണത്. ഇവിടെ നല്ല കട്ടൻ ചുക്ക് കാപ്പി കിട്ടും. ഈ തണുപ്പത്ത് നല്ല ഉഗ്രൻ ചൂട് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ അടിപൊളിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി,
ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല. നമുക്ക് വേണ്ട അത്യാവശ്യം കാശ് നമ്മൾ കയ്യിൽ കരുതണം. കാശില്ലെങ്കിൽ വിശന്നിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. രാവിലെ 7 മണിക്കാണ് നമ്മൾ അഗസ്ത്യമലയുടെ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ തന്നെ ഗൈഡുകൾ പോയിട്ട് വഴിയൊക്കെ ഒന്ന് നോക്കും. വേറെ മൃഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ചില സമയത്ത് നല്ല കാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്യജീവികളുടെ പ്രസൻസോ ഉണ്ടെങ്കിൽ നമ്മൾ ട്രെക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. മാത്രമല്ല മലയുടെ മുകളിൽ ഏത് സമയം വേണമെങ്കിലും കാലാവസ്ഥ മാറാം. നല്ല കാറ്റ് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. 1-2 പ്രാവശ്യം ട്രക്ക് മുടങ്ങിയ കാര്യം അവിടെ ഗൈഡുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രക്ക് വീണ്ടും തുടങ്ങി. ബേസ് ക്യാമ്പിൽ നിന്നും കുറച്ച് ദൂരം നടന്നാൽ ഇന്നലെ കണ്ട ഒരു അമ്പലത്തിൻ്റെ അടുത്ത് നിന്നും വലത്തോട്ട് കയറി അഗസ്ത്യമലയുടെ മുകളിലേക്കുള്ള യാത്ര തുടങ്ങി. ഇവിടുന്ന് പോകുന്ന വഴി എന്നത് അത്യാവശ്യം നിബിഡമായ ഫോറസ്റ്റ് തന്നെയാണ്. ഇന്നലെ അവസാനം കയറിയ ഭാഗം, അതായത് മൊട്ടക്കുന്ന് കഴിഞ്ഞ് അത്യാവശ്യം ഹാർഡായിട്ടുള്ള കയറ്റം കയറിയ ഭാഗത്തിനെ പോലെയാണ് മുകളിലേക്കുള്ള ടെറൈൻ. അതായത് ഇന്നലത്തെ ട്രക്കിംഗ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് മുകളിലേക്കുള്ള വഴി. സാധാരണഗതിയിൽ 3 ദിവസത്തെ ട്രക്കാണ് ഈ അഗസ്ത്യാർമല ട്രക്ക്. ആദ്യത്തെ ദിവസം ട്രക്ക് കഴിഞ്ഞ് അതിരുമല ബേസ് ക്യാമ്പിൽ പോയിട്ട് നിൽക്കുക. അടുത്ത ദിവസം മലയുടെ മുകളിൽ പോയിട്ട് സമ്മിറ്റ് കഴിഞ്ഞ് വീണ്ടും അതിരുമല ബേസ് ക്യാമ്പിൽ വന്നിട്ട് നമുക്ക് നിൽക്കാം. എന്നിട്ട് 3ാമത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങി ക്യാമ്പ് 1ലേക്ക് പോവാം. ഞങ്ങൾ എന്തായാലും ഇന്ന് തന്നെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അതിന് കാരണം വീട്ടിൽ തിരിച്ചെത്തേണ്ട ഒരാവശ്യം വന്നതാണ്. ക്യാമ്പ് 1ൽ നിന്നും അതിരുമല ക്യാമ്പ് വരെ പറയുന്ന ദൂരം 18 കിലോമീറ്ററാണ്. പക്ഷേ ഞങ്ങൾ 2-3 പേര് വാച്ചിൽ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ 12.5 കിലോമീറ്ററാണ് കിട്ടിയത്. അതുപോലെ അതിരുമല മുതൽ അഗസ്ത്യാർ ടോപ്പ് വരെ പറയുന്നത് 6 കിലോമീറ്ററാണ്. ഞങ്ങൾക്ക് കിട്ടിയത് 4.5 കിലോമീറ്റർ. പക്ഷേ ഈ 4.5 കിലോമീറ്റർ നല്ല ഹാർഡായിട്ടുള്ളൊരു ട്രക്കാണ്. അതിരുമലയിൽ നിന്നും മലയുടെ ടോപ്പിൽ 12 മണിയുടെ മുന്നേ എത്തിച്ചേരണം. അതിനുശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള സമയം കൂടി മാനിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. 12 മണിക്ക് മുന്നേ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടില്ലെങ്കിൽ 12 മണിയാകുമ്പോൾ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും തിരിച്ച് അതിരുമല ക്യാമ്പിലേക്ക് തിരിച്ചിറങ്ങണം. അതുപോലെ അതിരുമല ക്യാമ്പിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണി വരെ താഴേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് സമ്മതിക്കില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഇതൊരു കൊടും കാടായതുകൊണ്ടാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ. ഇങ്ങനെ കയറി ഒരു സമയം എത്തുമ്പോൾ പിന്നെ പാറക്കെട്ടുകൾ കാണാൻ തുടങ്ങും. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് നല്ല മഞ്ഞുണ്ട്. ടോപ്പിലെത്തിയാൽ ഇങ്ങനത്തെ മഞ്ഞുണ്ടെങ്കിൽ വ്യൂ ഉണ്ടാവില്ല. അങ്ങനെ അവിടെ മഞ്ഞുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കയറാൻ തുടങ്ങി. പോണ വഴി നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. കുറേയൊക്കെ കുറ്റിച്ചെടി പോലത്തെ ചെടികളാണ്. ഇവിടുന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് പൊങ്കാലപ്പാറയിലേക്കാണ്. വിശ്വാസികൾ ഇവിടെ വെച്ചിട്ടാണ് പൊങ്കാലയിടുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേലേക്ക് കയറുമ്പോൾ ഇനി വെള്ളം കിട്ടുന്ന വേറെ സ്ഥലങ്ങളൊന്നുമില്ല. നമ്മൾ ട്രക്കിംഗ് റൂട്ടിൽ കുടിക്കാനുള്ള നല്ല വെള്ളം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം. വേറെ ചെറിയ ചെറിയ ഉറകളിൽ നിന്നൊക്കെ വെള്ളം നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. പക്ഷേ അതൊക്കെ ഒഴുക്കില്ലാത്ത വെള്ളമാണ്. കുടിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ട്രക്കിങ്ങിന് വരുന്നത്. അഗസ്ത്യമലയുടെ സാന്നിധ്യം മലയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും പിന്നെ ട്രക്കേഴ്സും. അതുകൊണ്ട് തന്നെ പുണ്യസ്ഥലമായി കാണുന്ന ഇവിടെ ചെരുപ്പും ഷർട്ടും ഒന്നും ഇടാതെ തന്നെ വെറും മുണ്ട് മാത്രം എടുത്ത് അഗസ്ത്യമലയുടെ ജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് മല കയറുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്തോളം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം. അതായത് ഒരുപാട് കൂക്കി വിളിച്ചും പിന്നെ വൃത്തികേടുകളൊന്നും സംസാരിക്കാതെ ഇരിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അതൊരു അരോചകമാവും. മാത്രമല്ല ഈ ഒരു ഭംഗി നന്നായി ആസ്വദിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. മഴക്കാലത്ത് ഈ പാറയൊക്കെ നല്ല സ്ലിപ്പറി ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആട്ടുകല്ല് പോലെ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു സ്ഥലം കാണാം. പണ്ട് മരുന്നൊക്കെ അരയ്ക്കാനായി ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനോ മറ്റോ ചെയ്തതാവും. അമ്പലങ്ങളുള്ള പല മലകളിലും ഇത്തരത്തിലുള്ളൊരു കൊത്തുപണി കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ ട്രെക്കിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം തുടങ്ങുന്നത്. ചെങ്കുത്തായ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെയുണ്ട്. വലിയ വലിയ കല്ലുകളും ഇടുങ്ങിയ പാതകളുമാണ്. പല സ്ഥലങ്ങളിലും 2 കൈയും 2 കാലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് കയറിട്ട് വെച്ചതായിട്ട് കാണാം. ഈ ഭാഗത്തെ പാറകളൊക്കെ നല്ല വഴുവഴുക്കുള്ളത് കാരണം കയറിൽ പിടിച്ച് കയറുമ്പോൾ ഒരു ഗ്രിപ്പൊക്കെ കിട്ടും. ആ പാറയുടെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്.
ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഭയങ്കര ഭംഗിയാണ് ഇവിടെ. ചെറിയ തണുപ്പും പിന്നെ മഞ്ഞും നല്ല പച്ചപ്പും ചെറിയൊരു കാറ്റും, മൊത്തത്തിലൊരു ഫുൾ പാക്കേജാണിത്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് കുറച്ച് കുത്തനെയുള്ളൊരു കയറ്റത്തിലേക്കാണ്. ഒരു വലിയ കയറ് ഇവിടെയുണ്ട്. ഇവിടുത്തെ പാറകൾ കുറച്ച് വഴുക്കുള്ളതാണ്. ഇനി കുറച്ച് അഡ്വഞ്ചറായി കയറൊന്നും പിടിക്കാതെ നിങ്ങൾ കയറുകയാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. കാരണം വീണ് കഴിഞ്ഞാൽ നമ്മളെ മഞ്ചൽ കെട്ടി വേണം കൊണ്ടുപോകാനും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം കയറുവാനും ഇറങ്ങുവാനും. ഇനി കയറുമ്പോൾ നമ്മൾ സപ്പോർട്ടൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ കൂടെ തിരിച്ചിറങ്ങുമ്പോൾ ഈ കയറ് പിടിച്ചിട്ട് തന്നെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ പോയി ഏകദേശം മലയുടെ മുകളിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നും കയറ് പിടിച്ച് കയറാനുള്ള വേറൊരു ഭാഗം കൂടിയുണ്ട്. ഇതും കയറി കഴിഞ്ഞിട്ട് പിന്നീടൊരു ഭാഗം കൂടിയുണ്ട്. അതും കയറിയാൽ മാത്രമേ നമുക്ക് അഗസ്ത്യമലയുടെ മുകളിൽ എത്തിച്ചേരുകയുള്ളൂ. ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചറായി കയറുന്നത് കൊണ്ടും പിന്നെ ഈ മല നല്ല ഉയരത്തിലായതുകൊണ്ടും ഹൈറ്റൊന്നും പ്രശ്നമില്ലാത്ത പേടിയില്ലാത്തവർ ഈ ട്രെക്ക് തിരഞ്ഞെടുത്താൽ മതി. ഇൻ കേസ് എന്തെങ്കിലും തല കറക്കോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടമായിരിക്കും നമുക്ക് സംഭവിക്കാം. അതുമാത്രമല്ല ഇവിടെ നല്ല കാറ്റടിക്കാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എഡ്ജിലേക്കൊന്നും പോവാതെ നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കയറ് പിടിച്ച് കയറാനുള്ള 3-4 ഭാഗങ്ങൾ ഈ ട്രെക്കിലുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഞങ്ങൾ അഗസ്ത്യമലയുടെ ഏറ്റവും മുകളിലെത്തി. അത്യാവശ്യം പരപ്പുള്ളതാണ് ഈ മലയുടെ മേലെ. ഇവിടെ അഗസ്ത്യമുനിയുടെ ഒരു രൂപമുണ്ട്. നല്ല കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപം. സാധാരണ അമ്പലങ്ങൾ പോലെ ഒരുപാട് പൂജകളൊന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല. അഗസ്ത്യമുനി ഒരു ചിരഞ്ജീവിയാണെന്നാണ് വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ മലയിലുണ്ട് എന്നാണ് വിശ്വാസം. ഈ രൂപത്തിൻ്റെ ഏകദേശം ഒരു രൂപമാണ് നമ്മൾ അതിരുമല ക്യാമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. മുഖം ഒരല്പം മേലേക്ക് നോക്കുന്നതായി തോന്നും, അത്രയേ ഉള്ളൂ. ഈ അഗസ്ത്യമല നിൽക്കുന്നത് ബോർഡറിലായതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് തമിഴ്നാടിൻ്റെ തിരുനെൽവേലിയും മറ്റേ ഭാഗത്ത് തിരുവനന്തപുരം നമുക്ക് കാണാം. പിന്നെ 3-4 ഡാമുകളും അതിൻ്റെ റിസർവോയറും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ മേലെത്തിയാൽ നമുക്ക് നല്ല ക്ലിയർ വെതറിൽ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. നല്ല മഞ്ഞാണെങ്കിൽ വ്യൂ ഉണ്ടാവില്ല. അതല്ല മഴയോ കാറ്റോ മറ്റോ ആണെങ്കിൽ നമുക്കിത് കയറാനും ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നല്ല വ്യൂ കിട്ടിയിരുന്നു. ക്ലൗഡ് ബെഡ് ഉള്ളത് കാരണം താഴെയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ക്ലൗഡ് ബെഡിൻ്റെ ഭംഗി കിട്ടി. ഓ, ആ കാണുന്ന ഐസറാണ്. ഓണക്കാടപ്പം എവിടെയാ? അവിടുന്ന് അങ്ങോട്ട് ഈ മല കാരണം കാണില്ല. ആ വെള്ളക്കളർ കാണുന്ന ഐസറല്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഇന്നലെ നിന്ന ക്യാമ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ദൂരേക്ക് നോക്കിയാൽ, അതായത് തമിഴ്നാട് സൈഡിലേക്ക് നോക്കിയാൽ 5 തലയുള്ളൊരു മല നമുക്ക് കാണാൻ പറ്റും. അഗസ്ത്യമുനി അവിടെയും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടില്ല. മാത്രമല്ല അതൊരല്പം ബുദ്ധിമുട്ടുള്ള ട്രെക്കും കൂടിയാണ്. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കയറിയതിനേക്കാളും ശ്രദ്ധിക്കണം. ചില ഭാഗത്തൊക്കെ ഇറങ്ങാൻ കയറിയതിനേക്കാളും ബുദ്ധിമുട്ടാണ്. നല്ല ഗ്രിപ്പുള്ളൊരു ഷൂ നിർബന്ധമായും ധരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മുടെ കാല് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ ഈ വഴിയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങളെന്തായാലും ഇന്ന് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അതിരുമല ക്യാമ്പിലെത്തി ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പാസ് കാണിച്ച് എക്സിറ്റ് എഴുതിയിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ നിന്നും എത്ര പേര് ഇറങ്ങി എന്ന ഒരു ബേസ് ക്യാമ്പിൽ വിളിച്ചു പറയാം. അത്രയും പേര് തിരിച്ചെത്തില്ല മാത്രമേ പോകുന്ന വഴിയിലുള്ള ഗൈഡുമാരെല്ലാവരും തിരിച്ചു പോവുള്ളൂ. ഒരു മൃഗത്തിനെയും കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ വന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ പാമ്പാണത്. നടക്കുന്ന വഴിയിലെ മൂപ്പര് ക്രോസ് ചെയ്ത് പോവായിരുന്നു.
സ്വന്തം വണ്ടിയിലല്ല വന്നതെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ തിരിച്ചിറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബോണക്കാട് നിന്നും അവസാനത്തെ ബസ് വൈകിട്ട് 5 മണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോയോ അല്ലെങ്കിൽ ജീപ്പിനെയോ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അതും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. വിതുര വരെ ഓട്ടോ വാങ്ങുന്നത് 1600 രൂപയാണ്. ഇനി അതുമല്ലെങ്കിൽ വണ്ടിയുള്ള വേറെ ഏതെങ്കിലും ട്രെക്കേഴ്സിൻ്റെ കൂടെ നമുക്ക് കൂടാം. ഞങ്ങൾക്ക് അത്യാവശ്യമായത് കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങി. 2 പേര് വന്ന ബൈക്കിലും ബാക്കിയുള്ളവർ വേറെ ട്രെക്കേഴ്സിൻ്റെ സഹായം കൊണ്ട് അവരുടെ വണ്ടിയിലും വിതുര വരെ പോയി. എനിക്ക് തിരിച്ചു പോകുന്നൊരു ഗൈഡ് വിതുര വരെ ലിഫ്റ്റ് തന്നു. പോണ വഴിക്കൊക്കെ നല്ല കാടാണ്. അല്പസ്വല്പം കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിതുര വരെ എത്തി. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് നെടുമങ്ങാട് നിന്ന് രാത്രി 11 മണിക്കുള്ള ബസ്സിൽ തമ്പാനൂരേക്ക്. അപ്പോൾ അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അഗസ്ത്യാർകൂടം പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിൽ അത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.